ടെലിവിഷൻ കണക്റ്റിംഗ് ദ വേൾഡ് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. വാർത്തയ്ക്കും വിനോദത്തിനും അപ്പുറം നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിനും തീരുമാനങ്ങൾക്കും കൂടി ടെലിവിഷനുകൾ വലിയ പങ്ക് വഹിക്കുന്ന കാലമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലോക ടെലിവിഷൻ ദിനം ആചരിക്കുന്നത്, എന്തൊക്കെയാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത, ആ വാർത്ത കണ്ടുവരാം. കാഴ്ചകൾ ദൂരവ്യത്യാസമില്ലാതെ കൺമുന്നിൽ. ലോകത്തെ ഏറ്റവും ശക്തമായ വാർത്താവിനിമയ മാധ്യമം അതാണ് ടെലിവിഷൻ. കാഴ്ചയ്ക്കൊപ്പം നിലപാടുകൾ പറയാനും എടുക്കാനും വിധത്തിൽ ടെലിവിഷൻ സ്വാധീനം നമ്മളിലുണ്ടായി. അഭിപ്രായ രൂപീകരണത്തിന്, ജനങ്ങളെ അറിഞ്ഞുള്ള ഭരണ തീരുമാനത്തിനൊക്കെയും ടെലിവിഷൻ കാരണമായി. ആഗോളതലത്തിൽ 234 രാജ്യങ്ങളിലായി 80,000-ലേറെ ടെലിവിഷൻ ചാനലുകളാണ് ഇപ്പോൾ പ്രക്ഷേപണം നടത്തുന്നത്. ലോകമാകെ 170 കോടിയിലധികം വീടുകളിൽ ഒന്നോ അതിലധികമോ ടെലിവിഷനുകളുണ്ട്. കോവിഡ് കാലത്ത് ഇന്ത്യയിലെ ടെലിവിഷൻ ചാനലുകളിൽ 26,200 കോടിയുടെ പരസ്യ വരുമാനമുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു ശരാശരി പ്രേക്ഷകൻ നിത്യേന 4 മണിക്കൂറിലേറെ ടെലിവിഷൻ കാണുന്നതായാണ് പഠനം. അതേസമയം തന്നെ ടെലിവിഷൻ മേഖല പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ടെലിവിഷൻ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം, ശമ്പള പ്രതിസന്ധി, രാഷ്ട്രീയവൽക്കരണം അങ്ങനെയൊക്കെയും ഈ മേഖലയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ 204 സ്വകാര്യ ചാനലുകൾ പ്രക്ഷേപണം നിർത്തിയതായാണ് കണക്ക്. ടെലിവിഷന്റെ വ്യാപ്തിയും പ്രാധാന്യവും ടെലിവിഷൻ ദിനം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുമ്പോൾ സമാധാനം, സുരക്ഷിതത്വം, സാമ്പത്തികവും സാമൂഹികവുമായ വികാസം, സാംസ്കാരിക കൈമാറ്റം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയവയ്ക്കാണ് ഈ ദിനം ഊന്നൽ നൽകുന്നത്. ഏറ്റവും മികച്ച ആശയവിനിമയ മാധ്യമം എന്ന നിലയിൽ ലോകം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ടെലിവിഷന് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കിയാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ടെലിവിഷൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യയിലേക്കുള്ള ടിവിയുടെ വരവ് ഒരു വിപ്ലവമായിരുന്നു. 1983-ലെ ക്രിക്കറ്റ് ലോകകപ്പ് വിജയവും കേരളത്തിലേക്കുള്ള ടിവിയുടെ വരവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യയാത്രയും പുരാണ ഹിന്ദി പരമ്പരകളും ക്രിക്കറ്റുമൊക്കെ കാണാൻ ടിവിക്ക് മുന്നിലെത്തിയവർ നിരവധിയാണ്. ടിവിയുടെ പിതാവ് ജോൺ ലോഗി ബേഡാണ്. ഇന്ന് ടിവിയുടെ മട്ടും ഭാവവും ഒക്കെ പഴയതിൽ നിന്ന് ഒരുപാട് മാറി. LCDയും LED-യും 3Dയും കടന്ന് പോക്കറ്റിലെ മൊബൈൽ ഫോണിൽ വരെ കിട്ടും ടെലിവിഷൻ. എങ്കിലും ടെലിവിഷൻ എന്ന മാധ്യമത്തിലൂടെ കാഴ്ചകൾ കാണുന്ന അനുഭവം വേറെയാണ്. ഒരുപാട് പേരെ സ്വാധീനിക്കാനാകുന്ന, നയരൂപീകരണങ്ങളിലടക്കം ഇടപെടാനാകുന്ന മാധ്യമം എന്ന നിലയിൽ പക്ഷപാതരഹിത വിവരങ്ങളാകണം ടെലിവിഷനിലൂടെ കൈമാറേണ്ടത്. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.